ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം. അവാർഡുകൾ വാരിക്കൂട്ടി മഞ്ഞുമ്മൽ ബോയ്സ്. നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് കാലാവധി കഴിഞ്ഞതിനാലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചതിന്റെ പേരിലുള്ള അനിഷ്ടമെന്ന വാദം ശരിയല്ലെന്നും മന്ത്രി. ലാലൂരിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ IM വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. മാലിന്യമലയായിരുന്ന ലാലൂരിന് ഇനി കായിക കേരളത്തിന്റെ തലസ്ഥാനമാകാൻ ചരിത്ര നിയോഗം. കുതിരാനിൽ കാട്ടാനാശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനം വകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടർ യാത്രാ ദുരിതം പരാമർശിക്കുന്നത്. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളുട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ യുവാവ് മരിച്ചു. കിള്ളിമംഗലം ഉതുവടിയിൽ കാർ കടയിലേക്ക് ഇടിച്ചുകയറി വ്യാപാരി മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, മികച്ച ചിത്രം ഉൾപ്പെടെ മഞ്ഞുമ്മൽ ബോയ്സിന് 10 പുരസ്കാരങ്ങൾ. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കൊടുമൺ പോറ്റിയായും ചാത്തനായും ഭ്രമയുഗത്തിൽ നടത്തിയ പകർന്നാട്ടമാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ ഒരിക്കൽ കൂടി സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി, പ്രിയപ്പെട്ട മമ്മൂക്ക. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയ മികവാണ് ഷംല ഹംസയെ മികച്ച നടിയാക്കി മാറ്റിയത്. മികച്ച നടി ഷംല ഹംസ, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മഞ്ഞുമൽ ബോയ്സിലൂടെ സൗബിൻ ഷാഹിറും ഭ്രമയുഗത്തിലൂടെ സിദ്ധാർത്ഥ് ഭരതനും മികച്ച സ്വഭാവ നടന്മാർക്കുള്ള പുരസ്കാരം നേടി. നടന്ന സംഭവം എന്ന ചിത്രത്തിലെ അഭിനയ മികവിലൂടെ ലിജോ മോൾ ജോസ് മികച്ച സ്വഭാവ നടിയായി. ദക്ഷിണേന്ത്യ ഏറ്റെടുത്ത മഞ്ഞുമ്മൽ ബോയ്സ് പുരസ്കാര പ്രഖ്യാപന വേദിയിലും തിളങ്ങി. മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്, സംവിധാനം ചിദംബരം. മികച്ച ചിത്രത്തിന് പുറമെ അണിയിച്ചൊരുക്കിയ ചിദംബരം മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ ഇതേ ചിത്രത്തിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനത്തിലൂടെ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരവും നേടി. ക്യാമറ ചലിപ്പിച്ച ഷൈജു ഖാലിദ് മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം നേടി. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുത്ത ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദാണ് മികച്ച നവാഗത സംവിധായകൻ. പാരഡൈസിലൂടെ പ്രസന്ന വിധാനകെ മികച്ച കഥാകൃത്തായി. ബോഗൻവില്ലയിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ സുശീൽ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. ARMലെ ഗാനാലാപനത്തിലൂടെ KS ഹരിശങ്കർ മികച്ച ഗായകനും അംഹ എന്ന ചിത്രത്തിലൂടെ സെബാ ടോമി മികച്ച ഗായികയായും തിരഞ്ഞെടുക്കപ്പെട്ടു. പശ്ചാത്തല സംഗീതത്തിന് ക്രിസ്റ്റോ സേവിയറും പുരസ്കാരാർഹരായി. ചിത്രങ്ങളിൽ പാരഡൈസും അഭിനയത്തിന് ടൊവിനോ, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രനും പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹരായി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പ്രത്യേക പുരസ്കാരത്തിന് പായൽ കബാഡിയയും തിരഞ്ഞെടുക്കപ്പെട്ടു. അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു. ജൂറി ചെയർമാൻ പ്രകാശ് രാജ്, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവരും പുരസ്കാര പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. മികച്ച പ്രകടനങ്ങളും ആവിഷ്കാരങ്ങളും മാത്രമായിരുന്നു അവാർഡിന് മാനദണ്ഡമായി മുന്നിലുണ്ടായിരുന്നതെന്ന് പുരസ്കാര നിർണയ സമിതി ചെയർമാൻ പ്രകാശ് രാജ്. മികച്ച യുവതാരങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അഭിനയ മികവാണ് മമ്മൂട്ടിയെ മികച്ച നടനാക്കിയത്. Mammootty is competing with youngsters, but the point is we don't look him as a senior man and youngsters.
because the presence of Mammootty in Brahmayugam, and I think he deserved that. ദേശീയ അവാർഡിൽ നിന്ന് മമ്മൂട്ടി നിരന്തരം ഒഴിവാക്കപ്പെടുന്നതിലും പ്രകാശ് രാജ് അഭിപ്രായം പങ്കുവച്ചു. I don't mind saying that National Film Awards are compromised. And I'm so happy to be a jury chairman of Kerala because when they called me, they said, we need an outsider who's experienced and we will not poke our hands into it and then we will let you take a decision. You know, that is not happening in the national awards and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such of a national government, they don't deserve Mammootty. വേടനെ മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുത്തതിലെ കാരണവും അദ്ദേഹം വ്യക്തമാക്കി. Vedan, we liked it because people may think, the regular classical songs get awards. It's a rap. But that is the sound of the younger generation today. And more than just, it is not just an irresponsible music. And the song had lives, aspirations and dreams of the youngsters. And there was a layered whole story of the characterization in that film. TCV, തൃശൂർ. മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃശൂരിൽ മധുര വിതരണം നടത്തി ആരാധകർ. പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ വേദിക്ക് പുറത്ത് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മധുരപലഹാര വിതരണം. 8 മാസക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന അവാർഡ് നേട്ടം എന്നത് ആരാധകരെയും ഏറെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് നടൻ പ്രേംകുമാറിനെ മാറ്റിയത് തർക്കങ്ങളുടെ പുറത്തല്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുകയായിരുന്നു. പ്രേംകുമാറിനെ മാറ്റി വിവരം അറിയിക്കേണ്ട ചുമതല അക്കാദമിക്കായിരുന്നു. അക്കാദമിയുടെ ഭാഗത്തുനിന്ന് അറിയിച്ചു കാണുമെന്നാണ് താൻ കരുതുന്നത്. പ്രേംകുമാറിന് അർഹമായ പരിഗണന സർക്കാരും പാർട്ടിയും നൽകിയിട്ടുണ്ട്. ആശാസമരത്തെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടം ഉള്ളത് എന്ന വാദം ശരിയല്ല. പ്രേംകുമാർ ഇതുവരെ ഇടതുപക്ഷ വിരുദ്ധമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രേംകുമാറിനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നതായും അദ്ദേഹം നൽകിയത് മികച്ച സേവനമാണ്. അദ്ദേഹത്തിന് നൽകിയത് നല്ല അവസരമായിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ നടത്തിപ്പിന്റെ മികവ് കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമാണ് ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനും കായിക വകുപ്പും സംയുക്തമായി ലാലൂരിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ IM വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. മാലിന്യമലയായിരുന്ന ലാലൂരിന് ഇനി കായിക കേരളത്തിന്റെ തലസ്ഥാനമാകാൻ ചരിത്രനിയോഗം. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ IM വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ കായിക മേഖലക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയവും അതോടനുബന്ധിച്ചുള്ള സ്പോർട്സ് കോംപ്ലക്സിൻ്റെയും ഉദ്ഘാടനം എന്നിവിടെ നിർവഹിച്ചിരിക്കുകയാണ്. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. അക്വാട്ടിക്സ് കോംപ്ലക്സ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ, പവലിയൻ ബ്ലോക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Dr. R. ബിന്ദു, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് P. ബാലചന്ദ്രൻ MLA, ടെന്നീസ് കോർട്ട് AC. മൊയ്തീൻ MLA എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം IM വിജയൻ വിശിഷ്ടാതിഥിയായി. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് പണിത് ഈ ഗവൺമെൻറ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ജീവിച്ചിരിക്കുന്ന എൻ്റെ പേരിൽ ഈ ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അതാണ് വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഇന്ത്യയിൽ എന്നെക്കാളും ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരാളുടെ പേരിലും ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഇല്ല. അതെനിക്ക് വലിയൊരു അഭിമാനമാണ്. ഈ ഗവൺമെന്റിനോട് ഞാൻ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. റാപ്പ് സിംഗർ വേടൻ തന്റെ പ്രശസ്തമായ പന്തുകളിപ്പാട്ട് ആലപിച്ചത് സദസ്സിൽ ആരവങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള 2 സന്തോഷമുള്ള ഒരു ദിവസമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. മഞ്ഞമ്മൽ ബോയ്സിൽ ഞാൻ എഴുതി പാടിയ ഒരു പാട്ടിന് ഒരു കുഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരു സംസ്ഥാന അവാർഡ്. പിന്നെ എന്താണ്, നിങ്ങൾക്കറിയാം ലാലൂരുള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശികർക്ക് അറിയാം ലാലൂർ എങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നെന്ന്. ഭയങ്കര അത്ഭുതമായി പോയി. അതിനൊരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കായിക വകുപ്പിനും കേരളത്തിൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ്, അതും കേരളത്തിൻ്റെ കറുത്തുമൊത്തായ നമ്മുടെ പ്രിയപ്പെട്ട IM വിജയേട്ടൻ്റെ പേരിൽ. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഉയിരിൻ്റെ പന്താണ് എന്താണ് കളത്തിൽ
കള്ളമില്ല, ഭയമുള്ള 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 ഉള്ളമില്ല. കൂട്ടുകാലിനെ കൂട്ടാൻ, അടവ് പലത് കാട്ടാൻ, ആയിരങ്ങൾ ഗാലറിയിൽ ആവേശം കൂട്ടാൻ. ലാലൂർ സമരഭടന്മാരെയും കായിക പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, മുൻ മേയർമാരായ അജിത ജയരാജൻ, അജിത വിജയൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 5000 പേരെ ഉൾക്കൊള്ളുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ കോർട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 85,318 ചതുരശ്രടി വിസ്തീർണമുള്ള സ്റ്റേഡിയം കെട്ടിടത്തിൽ 2 ഡോർമിറ്ററികൾ, 4 ഗസ്റ്റ് റൂമുകൾ, ജിം, VIP ലോഞ്ച്, മെഡിക്കൽ റൂം, 53 ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. കൂടാതെ ഫിഫ നിലവാരത്തിലുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, ITF നിലവാരത്തിലുള്ള അക്രിലിക് ടെന്നീസ് കോർട്ട്, പ്രാക്ടീസ് പൂൾ ഉൾപ്പെടുന്ന അക്വാറ്റിക്സ് കോംപ്ലക്സ്, പവലിയൻ ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. TCV തൃശൂർ. കുതിരാനിൽ കാട്ടാന ശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനംവകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമെന്ന് തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടർ യാത്രാ ദുരിതം പരാമർശിക്കുന്നത്. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികൾ സംബന്ധിച്ച റിപ്പോർട്ടിലാണ് റോഡിലെ ദുരവസ്ഥ വ്യക്തമാക്കുന്നത്. ദേശീയപാതയിൽ പലയിടത്തും ആഴത്തിൽ കുഴിയെടുത്തതായും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. സർവീസ് റോഡുകൾ പലതും തകർന്ന നിലയിലാണ്. മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കുതിരാനിൽ കാട്ടാനാശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനംവകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ 2 ആഴ്ചയായി കുതിരാൻ ഇരുമ്പുപാലത്തിന് സമീപം ഭീതി പരത്തിയ ഒറ്റയാനയാണ് 2 ദിവസം മുൻപ് വനംവകുപ്പ് വാച്ചറെ ആക്രമിക്കുകയും ഫോറസ്റ്റ് ജീപ്പ് തകർക്കുകയും ചെയ്തത്. കുതിരാനിൽ ഭീതി പരത്തി നടക്കുന്ന ഒറ്റയാനയെ കുങ്കിയാനകളെ എത്തിച്ച് വരുതിയിലാക്കി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇവിടെ ഇത് സംരക്ഷിക്കുന്നതിന് ഒരു ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് IIT അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം കുറച്ച് സമയമെടുക്കും. ടെൻഡർ ചെയ്ത് അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, ആ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കി അത് നല്ല ഒരു ആശ്വാസം ഈ പ്രദേശക്കാർക്ക് കിട്ടുമെന്നാണ് കരുതുന്നത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ കാര്യത്തിൽ നിരീക്ഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. അതിന് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും.
വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും, പെട്രോളിംഗ് ശക്തിപ്പെടുത്തും. വേണ്ടിവന്നാൽ മയക്കുവെടി വെച്ച് പിടിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഡിഎഫ്ഒക്ക് നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. ആനയെ കണ്ടെത്തുന്നതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രി സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയ ശേഷമാണ് മന്ത്രിയുടെ സന്ദർശനം. ആനയെ എത്രയും വേഗം പിടികൂടണമെന്നും പ്രദേശത്ത് കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ ആവശ്യങ്ങൾ കേട്ട മന്ത്രി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി. ദൈനംദിനമായി ഒരു പരിശോധനയോ ഒരു ആലോചനയോ നമുക്ക് നടത്തുന്ന ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. പോലീസിൻ്റെ സഹായം കൂടി തരാൻ പറ്റും. ഇനി നമുക്ക് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ഈ ആനകളെ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങളും പറയാൻ ഇപ്പോൾ നമ്മളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ ഒറ്റയാൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എന്താ ചെയ്യുക? ഒറ്റയാൻ ഇതിൻ്റെ പിടിക്കാനില്ല. അപ്പോൾ അതിനാണ് കുങ്കിയാനെ ആവശ്യമുണ്ടെങ്കിൽ കുങ്കിയാനെ കൊണ്ടുവരുന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇവരുടെയൊക്കെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിന് എന്തൊക്കെ സൗകര്യങ്ങളാണോ നിലവിൽ ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കാൻ കഴിയുക, അതിലൊക്കെ ഒരു പോരായ്മ കൂടെ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കൂടുതൽ എന്താണ് വേണ്ടത്? ഈ 2 ഘട്ടങ്ങളിലായി ഇതിന് പരിഹാരം കാണാൻ. അതേസമയം ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തായിരിക്കും വനം വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുക. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കാതെ പാലിയക്കരയിൽ ടോൾ പിരിവ് അനുവദിക്കരുതെന്ന് കളക്ടർ ചെയർമാനായ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ കമ്മിറ്റിയെ ബോധിപ്പിക്കാമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതെന്ന് അദ്ദേഹം അറിയിച്ചു. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളൂട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളാങ്ങല്ലൂർ തൈപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള റിസാലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന തളിക്കുളം പണിക്ക് വീട്ടിൽ ഷാഹിദിനെ സാരമായ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മാളൂട്ടി വളവിൽ റോഡരികിലെ തെങ്ങിൻ പറമ്പിലെ 4 അടിയോളം താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. തെങ്ങിലിടിച്ച് 10 മീറ്ററോളം ദൂരേക്ക് ബൈക്ക് തെറിച്ചു വീണു. കിള്ളിമംഗലം ഉതുവടിക്ക് സമീപം അമിത വേഗതയിൽ വന്ന കാർ കടയിലേക്ക് ഇടിച്ചു കയറി കടയുടമ മരിച്ചു. കിളിമംഗലം സ്വദേശി രമേശാണ് മരിച്ചത്. ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് വഴിയോരത്ത് കച്ചവടം നടത്തിയിരുന്ന രമേശിന്റെ കടയിലേക്ക് ഇടിച്ചു കയറിയത്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദാക്ഷനും ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുദ്ധരിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റത്തിനായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് സംഭവം. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ബിന്ദുവും അരവിന്ദാക്ഷനും വെള്ളത്തിൽ മുങ്ങി. തുടർന്ന് അരവിന്ദാക്ഷൻ വാഹനത്തിന്റെ ഡോർ തുറന്ന് ആദ്യം പുറത്തുവന്നു. പിന്നാലെ ബിന്ദുവും പുറത്തെത്തി. കരയിലുണ്ടായിരുന്ന നാട്ടുകാർ ഇരുവരെയും വലിച്ചു കയറ്റി. സംഭവമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളത്തിൽ മുങ്ങിയ വാഹനം നാട്ടുകാർ കയർ കെട്ടി പുറത്തെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തീയതിയിൽ മാറ്റം. തൃശൂരിൽ ജനുവരി 7 മുതൽ 11 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കലോത്സവം ജനുവരി 14 മുതൽ 18 വരെ നടക്കും. സാങ്കേതിക കാരണങ്ങളാലാണ് മാറ്റം. മേയർക്ക് മറുപടിയുമായി മുൻ MP TN പ്രതാപൻ. കഴിഞ്ഞ 5 വർഷം മേയറായി LDF കൊണ്ടുനടന്നിരുന്ന MK വർഗീസിന്റെ ചോറ് LDFിലും കൂറ് BJPയിലുമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും പ്രതാപൻ. 2019-24 കാലയളവിൽ MP ഫണ്ടിൽ നിന്ന് കോർപ്പറേഷനിലെ വിവിധ പദ്ധതികൾക്കായി 3,57,72,000 രൂപ ചെലവഴിച്ചു. ഈ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങുകളിലെല്ലാം മേയർ ഉദ്ഘാടകനോ അധ്യക്ഷനോ ആയിരുന്നു. ഐ ലവ് തൃശൂരുമായി ബന്ധപ്പെട്ട് മേയറുടെ ചേംബറിലും കൌൺസിൽ ഹാളിലും പോയി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മേയർക്ക് ഓർമ്മക്കുറവുണ്ടോ എന്ന് വിദഗ്ധമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പ്രതാപൻ പറഞ്ഞു. ഒരു യഥാർത്ഥ കോൺഗ്രസുകാരനും പാർട്ടി വിട്ട് BJPയിലേക്ക് പോകില്ലെന്നും ഭാഗ്യാന്വേഷകർ പോകുമെന്നും അത് കോൺഗ്രസിനെ ബാധിക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് മേയർ അധികാരത്തിൽ വരുമെന്നും പ്രതാപൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചത് TN പ്രതാപൻ MP ആയിരുന്ന കാലത്താണെന്നും BJPയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പഴയ MP ഫണ്ട് തന്നില്ലെന്ന് പറയുന്നതെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, A പ്രസാദ് എന്നിവരും പങ്കെടുത്തു.
TCV ന്യൂസ് തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. റാപ്പർ വേടന് ബലാത്സംഗ കേസിലെ ജാമ്യ വ്യവസ്ഥയിലും ഇളവ് നൽകി ഹൈക്കോടതി. വിദേശത്ത് സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിനായാണ് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിയത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും കോടതി ജാമ്യ വ്യവസ്ഥ റദ്ദാക്കി. മുൻകൂർ ജാമ്യത്തിലെ രാജ്യം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. നേരത്തെ വിദ്യാർത്ഥിയെ അപമാനിച്ചെന്ന കേസിൽ വേടന് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും രാജ്യം വിടുന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്നുമായിരുന്നു അന്ന് നിർദ്ദേശമുണ്ടായത്. ഗുരുവായൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. അടഞ്ഞുകിടക്കുന്ന വീട് വൃത്തിയാക്കാനെത്തിയ തൊഴിലാളിക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഹരിദാസ് നഗറിൽ ചിറ്റിലടത്ത് സതീഷ് കുമാറിനാണ് കടിയേറ്റത്. താമരയൂർ പൂങ്കാവനം റോഡിൽ പെലക്കാട്ട് മഞ്ജുവിന്റെ വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് സംഭവം. പ്രസവിച്ചു കിടക്കുകയായിരുന്ന പട്ടി ഓടിയെത്തി കാലിൽ കടിക്കുകയായിരുന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം തൈക്കാട് മേഖലയിൽ 25ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. പള്ളിപ്പെരുന്നാളിനിടെ യുവാക്കളെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി ആരോപണം. കുന്നംകുളം SI വൈശാഖിനെതിരായാണ് ഗുരുതര ആരോപണം ഉയർന്നിട്ടുള്ളത്. കുന്നംകുളം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി പ്രാദേശിക പെരുന്നാൾ കമ്മിറ്റിയുടെ ആഘോഷം കുറുക്കൻപാറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുന്നംകുളം SI യുവാക്കളെ ഭീകരമായി തല്ലിച്ചതച്ചതായാണ് ആക്ഷേപം. കുറുക്കൻപാറയിലെ CPIM ബ്രാഞ്ച് സെക്രട്ടറി രജീഷ് ഉൾപ്പെടെയുള്ള 6 യുവാക്കൾക്കാണ് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നത്. പുലർച്ചെ 3-ന് യുവാക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരിക്കുമ്പോൾ 2 പോലീസ് ജീപ്പുകൾ മുന്നിൽ വന്ന് നിർത്തുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ വൈശാഖും പോലീസ് സംഘവും ചാടിയിറങ്ങി മർദ്ദിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ ആരോപിച്ചു. നമ്മുടെ സാംസ്കാരിക രീതികളും മതനിരപേക്ഷ ജനാധിപത്യ ബോധവും പിടിച്ചടക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. ഫെഡറലിസത്തിൽ അധിഷ്ഠിതമായ നിലനിൽപ്പ് പോലും രാജ്യത്തിന്റെ ഭരണകൂടം ചോദ്യം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച വിഷൻ 2031 സാംസ്കാരിക സെമിനാർ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എഴുത്തിലും വായനയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വർഗീയതയും ഫാസിസ്റ്റ് സ്വഭാവരീതികളും പിടിച്ചുകുലുക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കത്തി കാണിച്ചും കഴുത്തിൽ പിടിച്ചു ഞെരിച്ചും ചിലത് നമ്മെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയ അന്ധവിശ്വാസവും അനാചാരങ്ങളും വീണ്ടും തിരിച്ചുവരുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി കെ രാജൻ കൂട്ടിച്ചേർത്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, സെക്രട്ടറി കരിവള്ളൂർ മുരളി, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ, ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 2 സെഷനുകളിലായി സെമിനാറുകൾ നടന്നു. TCV ന്യൂസ് തൃശൂർ. തൃശൂർ കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെയും CPM BJP അവിശുദ്ധ ബന്ധത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനു മുന്നിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ഉപവാസ സമരം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വാഴ്ച 2 കൌൺസിൽ യോഗം വിളിച്ച മേയറുടെ തീരുമാനം CAG ഓഡിറ്റിന്റെയും ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെയും വിശദമായ ചർച്ച ഒഴിവാക്കാനാണെന്ന് കോൺഗ്രസ് കൌൺസിലർ ജോൺ ഡാനിയൽ ആരോപിച്ചു. കോർപ്പറേഷനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളും കുറ്റപ്പെടുത്തലുമാണ് ഓഡിറ്റിൽ ഉള്ളതെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. കാട്ടകാമ്പാൽ പലാട്ടുമുറിയിൽ യുവാവിന് കുത്തേറ്റു. കാട്ടകാമ്പാൽ പലാട്ടുമുറി സ്വദേശി ഷിജുവിനാണ് കുത്തേറ്റത്. സുഹൃത്തുമായുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് കുത്തേറ്റത്. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ശരീരത്തിലുടനീളം രക്തക്കുഴലുകളുടെ വീക്കമുണ്ടാകുന്ന രോഗം ബാധിച്ച യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ ഷാർത്താംകുളം ഉത്തമൻ വത്സല ദമ്പതികളുടെ മകൻ 30 വയസ്സുള്ള രാഹുലാണ് ബെഹറ്റ്സ് എന്ന അപൂർവ രോഗം ബാധിച്ച് ദുരിതമനുഭവിക്കുന്നത്. MBA ബിരുദധാരിയായ രാഹുൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അസുഖബാധിതനാകുന്നത്. ഇടയ്ക്കിടെ പനി വരികയും ശരീരത്തിൽ നീരുൾപ്പെടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. എന്നാൽ മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസമാകുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സമാന ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയതോടെയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത്. ഇവിടത്തെ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നാണ് ബെഹറ്റ്സ് എന്ന അപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. ഒരു ബാസസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസാണ്. അത് ഇന്ത്യയിൽ റയറാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ HLA-B51 പോസിറ്റീവാണ്. അപ്പോൾ കയ്യും കാലും നനയ്ക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ യൂറിൻ കുടിക്കുന്നതനുസരിച്ച് യൂറിൻ പോകണില്ല, പുറത്തേക്ക് വേറെ ഒന്ന് വീർക്കുക, അങ്ങനെ അത് ഇൻഫെക്ഷനായി. അപ്പോൾ ആൻറ്റിബയോട്ടിക് കുറേ തന്നു, ഒരു ഇതും മാറ്റവും വരുന്നില്ല. ഇപ്പോൾ അവർ പറയണത് ഒരു UDS എന്നുള്ള ടെസ്റ്റ് ഉണ്ട്, 15,000 രൂപ ടെസ്റ്റിന് വരും, അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറയണത്. എന്നാൽ ഭീമമായ ചികിത്സാ ചെലവ് മൂലം തുടർ ചികിത്സ നാട്ടിൽ മതിയെന്ന് കുടുംബം തീരുമാനിക്കുകയായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ചികിത്സയ്ക്ക് തടസ്സമായി. വീടിന്റെ ലോൺ തിരിച്ചടവ് വൈകിയതോടെ വീടും ജപ്തി ഭീഷണിയിലാണ്. അസുഖബാധിതനായ പിതാവ് ഉത്തമനും ചികിത്സയ്ക്ക് വേണ്ടി പ്രതിമാസം നല്ലൊരു തുക ചെലവ് വരുന്നുണ്ട്. കാലിലും മറ്റും നീര് വന്നതോടെ രാഹുലിന് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നതിനും കഴിയാതായി. ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് രക്തം വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തുടർച്ചയായ ചികിത്സ നടത്തിയാൽ മാത്രമേ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പിന്നെ ശരീരമൊക്കെ ഒന്ന് വീർക്കുക, കാല് ഒക്കെ ഭയങ്കരമായിട്ട് നീരൊക്കെ വന്ന്, പിന്നെ യൂറിനിൽ ബ്ലഡ് ഇങ്ങനെ വരാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കരമായിട്ട് ഇതായിട്ട് ഇരിക്കുക. അപ്പം മെഡിസിന് ആണ് ഏറ്റവും കൂടുതൽ പൈസ ഇപ്പോൾ ചിലവാണ്. പിന്നെ ഈ ടെസ്റ്റുകൾ, പിന്നെ അവിടെ വരെ പോകണ്ടേ. അത് ഇപ്പോൾ 2 പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മളെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു ഡിസ്ചാർജ് ചെയ്തിട്ട് മറ്റേ ക്യാനിലും ഇതും വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വിടണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്താൽ മതി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ 14 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും കൗണ്ട് കുറയുന്നില്ല. ബ്ലഡിൽ കൗണ്ട് ഇപ്പോഴും 17,000 18,000 അങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഇതില്ലെന്ന് പറയണേ. അപ്പോൾ അവർ വേറെ ഓപ്ഷൻസ് ഒന്നും പറയില്ല. ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് നോക്കിയിട്ട് പറയാമെന്നാണ് പറയണത്. അവർക്കും മനസ്സിലാവുന്നില്ല എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നോ കാര്യങ്ങളൊക്കെ. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ E.T. ടൈസൺ MLA ചികിത്സാ സഹായ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കയ്പമംഗലം പഞ്ചായത്ത് അംഗം PA ഇസഹാഖ് ചെയർമാനായും KV പ്രദീപ് കുമാർ കൺവീനറായും KK അബ്ദുൽ നാസർ ട്രഷററായും ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. സഹായങ്ങൾ അയക്കേണ്ടത് ഫെഡറൽ ബാങ്ക് 3 പീടിക ബ്രാഞ്ചിന്റെ 150100335771 എന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ്. TCV ന്യൂസ്, കയ്പമംഗലം. തൃശൂർ കോർപ്പറേഷൻ മുൻ കൌൺസിലറും കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയുമായിരുന്ന KM ഭാസ്കരൻ BJPയിൽ ചേർന്നു. കോൺഗ്രസിൽ സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJP മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ സോളാർ പ്ലാന്റ് സ്വിച്ച് ഓൺ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, ദേവസ്വം അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തീവണ്ടി യാത്രയ്ക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട ബോട്ട് കമാൻഡർ മരിച്ചു. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ട് കമാൻഡർ ആലപ്പുഴ പള്ളിപ്പാട്ട് നടുവട്ടം കുറ്റിയിൽ 55 വയസ്സുള്ള ഹരികുമാറാണ് മരിച്ചത്. ചേർത്തല തുറവൂരിലായിരുന്നു സംഭവം. നെഞ്ചുവേദന അനുഭവപ്പെട്ട അവശനായ ഇദ്ദേഹത്തെ റെയിൽവേ പോലീസ് തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനകം മരണം സംഭവിച്ചിരുന്നു. അതിർത്തി രക്ഷാസേനയിൽ നിന്നും വിരമിച്ച ശേഷം കഴിഞ്ഞ 12 വർഷമായി അഴീക്കോട് സ്റ്റേഷനിൽ ബോട്ട് കമാൻഡായി ജോലി ചെയ്തു വരികയായിരുന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടിന് വരുന്ന ഭക്ത കുഴഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് കാപ്പാട് സ്വദേശിനി ഏരുൽ വീട്ടിൽ 71 വയസ്സുള്ള വസുമതിയാണ് മരിച്ചത്. കുടുംബവുമൊത്ത് ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു. അന്നലക്ഷ്മി ഹാളിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി വാണിജ്യം. വിവിധതരം പോട്ടുകളുടെയും ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളുടെയും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഷോറൂമായ ക്ലേ ഫാക്ടറി തൃശൂർ മണ്ണുത്തിയിൽ പ്രവർത്തനമാരംഭിച്ചു. മണ്ണുത്തി മര്യാദമൂലയിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിലെ ഹോൾസെയിൽ ഡിവിഷന്റെ ഉദ്ഘാടനം യൂട്യൂബ് വ്ളോഗേഴ്സായ വിഷ്ണുരാജ്, രചന എന്നിവരും, ക്ലേ ഗ്യാലറിയുടെ ഉദ്ഘാടനം ഇന്റീരിയർ ഡിസൈനർ ദീപക് ജോൺ, കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ എന്നിവരും നിർവഹിച്ചു. ഐഫ സിഇഒ ഫൈസൽ ചീരാൻ വിശിഷ്ട അതിഥിയായി. ഡോക്ടർ ഇന്റീരിയർ അജയ് ശങ്കർ ജോബി മാസ്റ്റർക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ക്ലേ ഫാക്ടറി ഡയറക്ടർമാരായ PV ജോൺസൺ, ആശ ജോൺസൺ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സെറാമിക് പോട്ട്സ്, ഫൈബർ ഗ്ലാസ് പോട്ട്സ്, ക്ലേ പോട്ട്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എന്നിവയുടെ വൈവിധ്യമാർന്നതും അതിശയിപ്പിക്കുന്നതുമായ ബൃഹത് ശേഖരമാണ് ക്ലേ ഫാക്ടറിയെ സവിശേഷമാക്കുന്നത്. വീടുകളും ഓഫീസുകളും ഇവന്റുകളുമെല്ലാം വർണ്ണാഭമാക്കാനുള്ള എല്ലാത്തരം ഇന്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസുകളും ക്ലേ ഫാക്ടറിയിൽ ലഭ്യമാണ്. ഇമ്പോർട്ടഡ് ഉൽപ്പന്നങ്ങൾ ചൈനയിലെ അതേ വിലയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാനുള്ള അവസരവും ക്ലേ ഫാക്ടറി നൽകുന്നു. ഗാർഡനിംഗ് രംഗത്ത് ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച ക്ലേ ഫാക്ടറി വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ കേരളത്തിന്റെ ഗാർഡൻ ഹബ്ബായി മാറിയ മണ്ണുത്തിയിൽ ഇപ്പോൾ വിശാലമായ ഷോറൂമിലൂടെ തലയെടുപ്പ് കാട്ടുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547634801. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി ഷംല ഹംസ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം. അവാർഡുകൾ വാരിക്കൂട്ടി മഞ്ഞുമ്മൽ ബോയ്സ്. നടൻ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് കാലാവധി കഴിഞ്ഞതിനാലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആശാസമരത്തെ പ്രകീർത്തിച്ചതിന്റെ പേരിലുള്ള അനിഷ്ടമെന്ന വാദം ശരിയല്ലെന്നും മന്ത്രി. ലാലൂരിൽ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ IM വിജയൻ രാജ്യാന്തര സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. മാലിന്യമലയായിരുന്ന ലാലൂരിന് ഇനി കായിക കേരളത്തിന്റെ തലസ്ഥാനമാകാൻ ചരിത്ര നിയോഗം. കുതിരാനിൽ കാട്ടാനശല്യം തടയാൻ പ്രത്യേക ദൌത്യവുമായി വനം വകുപ്പ്. കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകടത്തി സോളാർ വേലി സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ യാത്രാദുരിതം രൂക്ഷമെന്ന് തൃശൂർ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കളക്ടർ യാത്രാദുരിതം പരാമർശിക്കുന്നത്. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് മാളൂട്ടി വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെള്ളിമംഗലം പുതുവടിയിൽ കാർ കടയിലേക്ക് ഇടിച്ചു കയറി വ്യാപാരി മരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.